നമസ്കാരം, KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ആർക്കുമാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കെതിരെ ജാഗ്രത വേണമെന്നും പിണറായി. നഗരമധ്യത്തിൽ നിന്ന് 1.5 കിലോ സ്വർണം തട്ടിപ്പറിച്ച സംഭവം. പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതായി സൂചന. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ 1197 ബൂത്തുകൾ. നന്മയുടെ സന്ദേശം പകർന്ന പാലിയേറ്റീവ് കെയർ ദിനം. എങ്ങും വിവിധ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ എല്ലാവരും ജാഗ്രതയോടെ ഒന്നിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ശക്തമാണെന്നും അതുകൊണ്ട് BJPക്ക് സ്വാധീനമുറപ്പിക്കാനാവില്ലെന്നും പിണറായി. നവകേരള മാർച്ച് ജനങ്ങൾ ഏറ്റെടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച രാവിലെ കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം നയങ്ങൾ വ്യക്തമാക്കിയത്. BJPയുടെ ചെറിയ വളർച്ച രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയാണ്. എന്ത് ഭക്ഷണം കഴിക്കുന്നുവെന്നറിയാൻ നേരത്തെ അടുക്കളയിൽ കയറിയവർ ഇപ്പോൾ യാത്രക്കാരുടെ ബാഗ് പരിശോധിക്കുകയാണ്. സംഘപരിവാറും RSSും ചേർന്ന് രാജ്യത്ത് അസഹിഷ്ണുത പരത്തുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാവും രാജ്യം എത്തുകയെന്നും പിണറായി ആശങ്കപ്പെട്ടു. അപ്പോൾ അടുക്കളയിൽ കയറൽ മാത്രമല്ല, സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളൊക്കെ സഞ്ചരിക്കുമ്പോൾ സാധാരണ ഒരു ചെറിയ ബാഗ് കയ്യിലുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഈ ബാഗിൽ ബീഫ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. ഈ ഘട്ടത്തിൽ അതിനെതിരെയുള്ള അലംഭാവം, അത് കണ്ടില്ലെന്നടിക്കൽ, അവരുടെ നീക്കങ്ങൾ ശക്തിപ്പെടാനാണ് ഉപകരിക്കുക. കേരളത്തിൽ മതനിരപേക്ഷത ശക്തമാണെങ്കിലും മതനിരപേക്ഷതയെ തകർക്കാനുള്ള നീക്കങ്ങൾ വൻതോതിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധം തീർക്കണമെന്നുമാണ് ഈ സംഭവവും കൂടി നമ്മെ ജാഗ്രതപ്പെടുത്തുന്നത്. നവകേരള മാർച്ചിന്റെ മുന്നേറ്റം VM സുധീരനെയും കോൺഗ്രസിനെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ലീഗിനോടുള്ള CPMന്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ടില്ല. അതേസമയം INL ഇടതുമുന്നണിയുടെ ഭാഗമാണെന്നും അവർക്ക് അർഹമായ പരിഗണന നൽകുന്നുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. INL ഞങ്ങളുടെ ഘടകകക്ഷിയെ പോലെ തന്നെയുള്ളൊരു കക്ഷിയാണ്. അവർക്ക് മാന്യമായ പരിഗണന തന്നെയാണ് LDFനകത്തുള്ളത്. ഞങ്ങളെ കൂടെ തന്നെ നിൽക്കുന്നൊരു കക്ഷിയാണത്. അതിൽ യാതൊരു ശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. CPM നേതാക്കളായ MV ഗോവിന്ദൻ മാസ്റ്റർ, PK സീനബ, MP മാരായ P കരുണാകരൻ, PK ബിജു, KP സതീശചന്ദ്രൻ, KJ തോമസ്, ഡോക്ടർ KD ജലീൽ തുടങ്ങിയവരും പങ്കെടുത്തു. തൃശൂർ സ്വദേശിയുടെ പക്കൽ നിന്നും സ്വർണം തട്ടിയെടുത്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്. പ്രതികൾ ഉടൻ വലയിലാകുമെന്നും പോലീസ്. തൃശൂർ സ്വദേശിയായ സ്വർണ്ണ വിതരണക്കാരനെ അടിച്ചുവീഴ്ത്തി സ്വർണം കവർന്നതിന് പിന്നിൽ ജ്വല്ലറിയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നാണ് പോലീസിന്റെ നിഗമനം. വാഹനങ്ങളിലെത്തി കവർച്ച നടത്തുന്ന വിദഗ്ധ സംഘമാണ് ഇതിന് പിന്നിലെന്ന് ആദ്യമേ പോലീസിന് സംശയമുണ്ടായിരുന്നു. തൃശൂർ സ്വദേശിയായ ടോണിയുടെ 1.5 കിലോ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കൊള്ളയടിച്ചത്. തൃശൂരിൽ നിന്ന് സ്വർണ്ണ ഉരുപ്പിടികളുമായി എത്തിയ ടോണി പുത്തൂരിലെ 4ഓളം ജ്വല്ലറികളിൽ കയറിയിരുന്നു. ടോണിയുമായി ഇടപാട് നടത്തുന്നവർക്ക് മാത്രമേ വിവരങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പുത്തൂരിൽ തെളിവെടുപ്പ് നടത്തിയ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. മടിക്കേരിയിലുള്ള ഒരു കൊട്ടേഷൻ നേതാവിന് ഇതിൽ പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഇയാൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ വാഹനത്തിൽ കറങ്ങി കവർച്ച നടത്തിയിട്ടുള്ളതും പോലീസിന് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ സഹായകമായി. അതേസമയം കാസർഗോഡ് DYSP ആയി പ്രേമരാജൻ ചാർജ് എടുത്തത് അന്വേഷണ സംഘത്തിന് ഊർജം പകരുന്നുണ്ട്. ജനുവരി 17-ാം തീയതി ജില്ലയിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1197 ബൂത്തുകളിൽ തുള്ളിമരുന്ന് വിതരണം അന്നേ ദിവസം നടക്കും. ഇതിനായി 119 മൊബൈൽ ബൂത്തുകൾ പ്രവർത്തിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പോളിയോ വിമുക്ത ഭാരതത്തിന് വേണ്ടി ഒത്തുചേരുക എന്ന സന്ദേശവുമായാണ് പൾസ് പോളിയോ രോഗപ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള 1,20,734 കുട്ടികൾക്ക് രാവിലെ 8 മുതൽ 5 വരെ തുള്ളിമരുന്ന് വിതരണം നടത്തും. ജില്ലയിലെ 44 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, 8 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, 2 താലൂക്ക് ആശുപത്രികൾ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രി, 247 സബ് സെന്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് മരുന്ന് വിതരണം നടത്തുന്നത്. ജനുവരി 18, 19, 20 തീയതികളിൽ പരിശീലനം ലഭിച്ച ആരോഗ്യവകുപ്പ് ഫീൽഡ് വിഭാഗം ജീവനക്കാർ, അംഗനവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ജില്ലയിലെ വീടുകൾ സന്ദർശിച്ച് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു.
17-ാം തീയതി നമ്മൾ വിപുലമായിട്ട്, അതായത് ഓരോ സ്ഥലങ്ങളിലും ബൂത്തുകൾ നമ്മൾ ഏതാണ്ട് 2794 വളണ്ടിയർമാർ ഉണ്ട്. നമുക്ക് 1197 ബൂത്തുകളിലാണ്. സാധാരണ ഇതിലൊരു ബൂത്തിൽ 50 മുതൽ 100, 125 വരെ ഉള്ള ആൾക്കാർക്കാണ് നമ്മളൊരു ബൂത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാനങ്ങളിലൊക്കെ പ്രത്യേക ബൂത്തുകളും, അതുപോലെ തന്നെ മൊബൈലായിട്ട് ട്രാൻസിറ്റ് ബൂത്തുകളും മൊബൈൽ ബൂത്തുകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ നാരായണ നായക്, ഡോക്ടർ AP ദിനേഷ് കുമാർ, ഡോക്ടർ A മുരളീധര, ഡോക്ടർ മുഹമ്മദ് അഷീൽ, M രാമചന്ദ്രൻ, KT ശേഖർ, വിൻസെന്റ് ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. പാലിയേറ്റീവ് കെയർ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ആരോഗ്യ കേരളം പാലിയേറ്റീവ് കെയർ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ബോധവൽക്കരണ സെമിനാറും നടന്നു. കിടപ്പിലായ ഓരോ രോഗിക്കും വീട്ടിൽ മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുന്നതിനായി സമൂഹത്തെയും അയൽക്കാരെയും സന്നദ്ധരാക്കുന്ന ലക്ഷ്യവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന ജില്ലാതല ഉദ്ഘാടനം BB രമേശൻ നിർവഹിച്ചു. 10 മാസം വയറ്റിലിട്ട് തട്ടാതെ മുട്ടാതെ നോക്കി താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയ പെറ്റമ്മയെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് ചില ആളുകളുടെ പിറകെ പോയിട്ട് അവർക്ക് കോടികൾ വേണമെന്ന് ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അമ്മയെയും അച്ഛനെയും വയസ്സാകുമ്പോൾ അനാഥാലയത്തിൽ കൊണ്ടുവിടുകയും നമ്മുടെ നാട്ടിൽ പോലും ചെറുവത്തൂരിനടുത്ത് മട്ലായിക്കുന്നിൽ സ്വന്തം അമ്മയെ തള്ളിവിട്ടിട്ട് പോയ കഥ നമുക്ക് അടുത്ത കാലത്ത് കേൾക്കാനിടയായി. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ അധ്യക്ഷയായി. പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനവും സഹായവുമായി എത്തുന്ന ജില്ലാ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരൻ ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു. DSP P ഹരിചന്ദ്ര നായിക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ജാഫർ, RCS ഓഫീസർ ഡോക്ടർ മുരളീധരൻ നെല്ലൂരായ, ഡോക്ടർ സുനിതാനന്ദൻ, PP അനിത, ഡോക്ടർ രാമൻ സ്വാതി വാമൻ, ഡോക്ടർ EV ചന്ദ്രശേഖരൻ, ഷിജി ശേഖർ എന്നിവർ സംസാരിച്ചു. സുരേന്ദ്രൻ നീലേശ്വരം അനുസ്മരണ പരിപാടി ജനുവരി 19 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ശെൽവരാജ് കയ്യൂർ സ്മാരക ഫോട്ടോഗ്രാഫി അവാർഡ് വിതരണവും നടക്കും. നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിലാണ് പരിപാടി. ജനുവരി 19 ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുക. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിക്കും. മാങ്ങാട് രത്നാകരനും MB അബൂബക്കറിനുമാണ് അവാർഡ് നൽകുകയെന്ന് സംഘാടകർ അറിയിച്ചു. സുരേന്ദ്രൻ നീലേശ്വരത്തിൻ്റെ പേരുള്ള മാധ്യമ അവാർഡ് എല്ലാ വർഷവും നമ്മൾ കൊടുത്തു വരുന്നു. സുരേന്ദ്രൻ്റെ സഹോദരൻ അകാലത്ത് വിട പറഞ്ഞ ശെൽവരാജ് കയ്യൂർ, ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ സ്മരണാർത്ഥമുള്ള ഈ പുരസ്കാരം പോയ വർഷത്തെ പുരസ്കാരങ്ങളാണ്. അത് ഈ 2016 ജനുവരി 19 വൈകിട്ടാണ് നീലേശ്വരത്ത് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുന്നത്. ഈ പുരസ്കാരത്തിന് അർഹരായവർ നമുക്കെല്ലാം പ്രിയങ്കരനായ മാങ്ങാട് രത്നാകരൻ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ അവാർഡ് കിട്ടിയത് കണ്ണൂർ ചെറുകുന്നിലെ MV അബൂബക്കർ, 2 പേരെയാണ്. അപ്പോൾ അതിനുള്ള ജൂറിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചടങ്ങ് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധേയമായൊരു രീതിയിലാണ് നടത്തി വരാറ്. ഈ വർഷവും ആ രീതിയിൽ നടത്തപ്പെടും. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ സാറാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. പ്രസ് അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ NP രാജേന്ദ്രൻ, നമ്മുടെ പ്രിയങ്കരൻ രാജേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള മുഖ്യപ്രഭാഷണം നടത്തും. KP സതീഷ് ചന്ദ്രൻ, MC കമറുദ്ദീൻ, എറുവാട്ട് മോഹനൻ, മടിക്കൈ കമ്മാരൻ, M അസിനാർ, സണ്ണി ജോസഫ്, സേതു ബംഗളം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ P വിജയകുമാർ, VV പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ അധ്യാപക പരിഷത്തിന്റെ ജില്ലാ സമ്മേളനം സമാപിച്ചു. ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു സമ്മേളനം നടന്നത്. ശനിയാഴ്ച രാവിലെ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. NTUവിന്റെ 37ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. ടൗൺ GUP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. NTU മുമ്പോട്ട് വയ്ക്കുന്ന ആശയവുമായിട്ട് പൊരുത്തപ്പെടുന്ന സർക്കാരല്ല ഈ കേരളം ഇതുവരെ ഭരിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അതിനോടൊപ്പം നിൽക്കുന്ന ആ ആശയത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു
നേതൃത്വം കേന്ദ്രത്തിലുണ്ടായപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് കേന്ദ്രമന്ത്രിയെ നാം ക്ഷണിക്കുന്നതെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അടുത്ത 2016 കഴിഞ്ഞ് അടുത്ത വർഷത്തെ സംസ്ഥാന സമ്മേളനം നടക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി വരും NTUവിൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതിൽ യാതൊരു മാറ്റവുമില്ല. അത്ര വലിയ മാറ്റമാണ് ഉണ്ടാവേണ്ടി പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പുഷ്പ അമേക്കള, സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി വി ഭാസ്കര, ചന്ദ്രഹാസ, ടി.എ. നാരായണൻ, എം ഭാസ്കരൻ, കെ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓർമ്മകൾ പങ്കുവെച്ച് അവർ വീണ്ടും ഒത്തുകൂടി. ബോവിക്കാനം BAR ഹയർ സെക്കൻഡറി സ്കൂളിലെ 2005-2006 ബാച്ചുകാരാണ് ഓർമ്മയുടെ തണലിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടിയത്. ഓർമ്മകൾ കഥ പറയുന്ന ആ മുറ്റത്ത് അവർ ഒരിക്കൽ കൂടി ഒത്തുകൂടി. ബോവിക്കാനം BAR ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ്സിലെ 2005-2006 ബാച്ചുകാരാണ്. ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞ് ഓർമ്മകൾക്ക് ഒരിക്കൽ കൂടി ദൃഢത പകർന്നത്. കാലം എത്ര കഴിഞ്ഞാലും ലോകമെത്ര മാറിയാലും ആ സ്കൂൾ ജീവിതം മറക്കുവാനേ കഴിയില്ലെന്ന പഴയ ഓട്ടോഗ്രാഫ് വാചകത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് പഴയ ക്ലാസ് മുറിയിലേക്ക് അവർ മടങ്ങി വന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് 1000 കഥകൾ പറയാനുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പല വഴിയിലേക്ക് പിരിഞ്ഞു പോയിട്ടും ഓർമ്മകൾ മാത്രം മാഞ്ഞു പോയിട്ടില്ല. ഈ സ്നേഹം എന്നും ഓർമ്മയിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിരിഞ്ഞത്. കാലം കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ബാല്യത്തിലേക്ക് മടങ്ങിയിരുന്നെങ്കിലെന്ന് ആശിച്ചുകൊണ്ടായിരുന്നു അവർ പിരിഞ്ഞു പോയത്. പരിപാടി PTA പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. സിദ്ദിഖ് പൗവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രവി പിലിക്കോടിനെ ചടങ്ങിൽ ആദരിച്ചു. മസൂദ് ബോവിക്കാനം, B. അഷ്റഫ്, ജയകൃഷ്ണൻ മാസ്റ്റർ, സലാം മാസ്റ്റർ, ദിനേശ് മാസ്റ്റർ, അസീൻ നവാസ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ ടാറിംഗ് ഉടൻ ആരംഭിക്കും. ദേശീയപാതയോരത്ത് മണ്ണ് നിറയ്ക്കാതിരുന്നാൽ അപകടത്തിന് ഇടയാകുമെന്ന് തൊഴിലാളികൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ദേശീയപാതയിൽ നീലേശ്വരം മുതൽ ചട്ടഞ്ചാൽ വരെ റീടാറിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വലിയ യന്ത്ര സാമഗ്രികളിൽ മിക്സിംഗ് മെറ്റലുകൾ ഉപയോഗിച്ചാണ് ടാറിംഗ് നടത്തുന്നത്. പുതിയ റീടാറിംഗ് നടന്നതോടെ റോഡിൻ്റെ അരിക് കൂടുതൽ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ യഥാസമയം മണ്ണ് നിറച്ചില്ലെങ്കിൽ അപകടത്തിനിടയാക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. റോഡിന് താഴെ കുഴിഞ്ഞു നിൽക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങളാണ് യാത്രയ്ക്ക് ഏറെ പ്രയാസപ്പെടുന്നത്. ഇത് അപകടഭീതി നിലനിർത്തുന്നു. ചെമ്മട്ടംവയൽ, തോയമ്മൽ, വിഷ്ണുമംഗലം, ചാലിങ്കാൽ വളവുകളിലും റോഡിൻ്റെ ഉയരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. റോഡിൻ്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പരിശീലന കളരി സംഘടിപ്പിച്ചു. ചെറുവത്തൂരിലായിരുന്നു പരിപാടി. നിരവധി പേർ പരിശീലന കളരിയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ജലസേചന പ്രോജക്റ്റുകൾ, കുളവും കിണറുകളും അതിൻ്റെ പുനരുദ്ധാരണവും, അതുപോലെ തന്നെ പുതിയ നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള പദ്ധതികൾ, ചെക്ക് ഡാമുകളും തടയണം നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, കനാലുകളും അതുപോലെ തന്നെ ജലനിർഗമന തോടുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്, ഇതിലൊക്കെ നമുക്ക് നല്ല ഒരു മുന്നോട്ട് പോക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്താൻ വേണ്ടി കഴിയും. അതിനൊരു മുന്നൊരുക്കമായിട്ട് അതിൻ്റെ പ്രൊജക്റ്റുകളെ എത്രത്തോളം തൊഴിലാളികൾ, എത്രത്തോളം തൊഴിൽ ദിനങ്ങൾ നമുക്ക് വിഭാവനം ചെയ്യാൻ വേണ്ടി കഴിയും, എത്ര ദിവസം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ തൊഴിലാളികൾ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളി. P. വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രേംകുമാർ, പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ് ജില്ലാ കൺവെൻഷൻ ജനുവരി 23 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര നിയമമന്ത്രി സദാനന്ദ ഗൌഡ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് കൺവെൻഷൻ. ഡോക്ടർ കല്ലടുക്ക പ്രഭാകർ ഭട്ട് മുഖ്യ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന ചടങ്ങ് BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ചവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടക്കും. ഈ കാലയളവിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കൺവെൻഷൻ വിളിച്ചു ചേർക്കാനും സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ നിശ്ചലമാക്കിക്കൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ പൗരസ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യവ്യാപകമായി നടത്തിയ ഉജ്ജ്വല പോരാട്ടത്തിലെ കാസർഗോഡ് ജില്ലയിലെ ധീരരായ സമരസേനാനികളുടെ ഒരു സംഗമം ഇതേ വരുന്ന 23-ാം തീയതി കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ
പ്രത്യേകം സജ്ജമാക്കിയ സ്വർഗീയ ശങ്കരാൾവ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ബി രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ സുന്ദർറാവ്, അച്യുത ചേവാർ, കെ മഹാബലറൈ തുടങ്ങിയവർ പങ്കെടുത്തു. അരയിപ്പാടി മാട ശ്രീ ഇരുവർ ഉള്ളാക്ലു പരിവാര ദേവസ്ഥാനം പ്രതിഷ്ഠാ ബ്രഹ്മകലശം ജനുവരി 19 മുതൽ 23 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് ദൈവങ്ങളുടെ നൃത്തവും ഉണ്ടാകും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുമ്പള മുഗു ഗ്രാമത്തിലാണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 850 വർഷത്തോളം ജൈന രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ ദേവസ്ഥാനം. ജീർണാവസ്ഥയിലായിരുന്ന ഈ സ്ഥാനത്തെ പുനരുദ്ധരിക്കാൻ നാട്ടുകാരും ഭക്തരും തീരുമാനിച്ചിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ನಿಮ್ನೋದ್ಧಾರ ಕಾರ್ಯದ ಪೂರ್ಣ ಕೆಲಸ ಆಗಿಕೊಂಡು ಬಂದಿದೆ. ನಾಡಿದ್ದು ಜನವರಿ 19ರಿಂದ ಹೊರೆಕಾಣಿಕೆ ಕುತ್ತಿಗೆ ಸುಬ್ರಾಯ ದೇವಸ್ಥಾನದ ಇಲ್ಲಿಂದ ಹೊರಟು ಮುಗು ಸುಬ್ರಹ್ಮಣ್ಯ ದೇವಸ್ಥಾನದ ಬಾಗಿಲಿಗೆ ಬಂದು ಅಲ್ಲಿಂದಲೂ ಎಲ್ಲರನ್ನು ಸೇರಿಸಿಕೊಂಡು ನಾವು ಉಂಡಿದರ್ಕ ಮಹಾವಿಷ್ಣು ಭಜನಾ ಸಂಘದ ಬರ್ತೇವೆ. ಅಲ್ಲಿಂದ ವಾದ್ಯಘೋಷಗಳೊಂದಿಗೆ ಅರಿಯಪ್ಪಾಡಿ ಮಾಡಕ್ಕೆ ಸಾಧಾರಣ 12 ಗಂಟೆಗೆ ಸಾಕಬಹುದು ಹೇಳಿ ನಮ್ಮ ಹಂಗಾಗಿ 21ಕ್ಕೆ 9 ಗಂಟೆ 15 ನಿಮಿಷಕ್ಕೆ ಕುಂಭಲಗ್ನದಲ್ಲಿ ಪ್ರತಿಷ್ಠಾ ಕಾರ್ಯವು ಹಾಗೂ ಬ್ರಹ್ಮಕಲಶದ കാര്യവും ನಡೆಯುವುದು. വേദമൂർത്തി ബാലകൃഷ്ണ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് പുനരുദ്ധാരണ ചടങ്ങുകൾ നടക്കുക. വാർത്താ സമ്മേളനത്തിൽ വൈ മഹാലിംഗേശ്വര ഭട്ട്, എസ് നാരായണ, എൻ ചിന്താനന്ദ ആൾവ, യു മഹാലിംഗ ഉപ്പിനെ, സാക്ഷികുമാർ അരിയപ്പാടി എന്നിവർ പങ്കെടുത്തു. മടിയൻകൂലവും പാട്ടുത്സവം ഭക്തിയുടെ നിറവിൽ എഴുന്നള്ളത്ത് നടന്നു. കമ്പവെടി കാണാൻ ആയിരങ്ങളെത്തി. മടിയൻകൂലവും പാട്ടുത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്തും മേളപ്പെരുക്കവും നടന്നു. ആലവട്ടത്തിന്റെയും വെൺകൊറ്റക്കുടയുടെയും കൊടിക്കൂറയുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളത്ത് ദർശിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവായുധങ്ങളേന്തിയ വെളിച്ചപ്പാടന്മാരും ആചാര സ്ഥാനികന്മാരും അണിനിരന്ന എഴുന്നള്ളത്ത് പാട്ടുത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. നെരോത്ത് പെരട്ടൂർക്കൂലം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, കല്യാൽമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ വെളിച്ചപ്പാടന്മാരും ആചാര സ്ഥാനികരും എഴുന്നള്ളത്തിൽ അണിചേർന്നു. വ്യാഴാഴ്ച കിഴക്കങ്കര എളയിടത്ത് കുതിരെ കാഴ്ചവരവും മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര തെയ്യം വരവും അടോട്ട് പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവും ഉണ്ടായി. രാത്രി പാണ്ഡിമേളത്തോടു കൂടിയ എഴുന്നള്ളത്തിന് ശേഷം പുലർച്ചെ വർണ്ണശബളമായ കമ്പവെടിയും അരങ്ങേറി. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് ദൃശ്യം 2016 സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 1, 2, 3, 4 വാർഡുകളിൽ വരുന്നവർക്കായിട്ടാണ് ക്യാമ്പ് ഒരുക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ സമ്പൂർണ്ണ തിമിര നിർമ്മാർജ്ജന തീവ്രയജ്ഞമാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ വി രമേശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫാൽക്കോ ടവറിലെ ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ മധു ഉല്ലാസും പങ്കെടുത്തു. മടിക്കൈ മലപ്പച്ചേരി ഉമിച്ചിയിലെ കാരുണ്യ കർഷക ഗ്രൂപ്പ് 12 മാസവും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കും. കൃഷിക്കാവശ്യമായ മഴമറ നിർമ്മാണം പൂർത്തിയായി. മഴമറ കൃഷിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് മഴമറ നിർമ്മിച്ചിരിക്കുന്നത്. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രമീള അധ്യക്ഷത വഹിച്ചു. ആത്മ കാസർഗോഡ് പ്രൊജക്ട് ഡയറക്ടർ MD തിലകൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ജോൺ അലക്സ്, കാഞ്ഞങ്ങാട് ADA സജ്ജിനിമോൾ, മടിക്കൈ കൃഷിഭവനിലെ കൃഷി ഓഫീസർ രമേശ്, ഉമിച്ചി അയൽസഭാ കൺവീനർ TP തമ്പാൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് FEO സെക്രട്ടറി A രാജൻ സ്വാഗതവും കാരുണ്യ കർഷക ഗ്രൂപ്പ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് ചർച്ചിലെ തിരുനാൾ ആഘോഷത്തിന് ആഹ്ലാദകരമായ തുടക്കം. ആദ്യ ദിനം രൂപം പ്രതിഷ്ഠിക്കലും വിശുദ്ധ ദിവ്യബലിയും നടത്തി. വിശുദ്ധിയുടെ പാതയിലൂടെ കടന്നുപോയ നാളുകൾക്ക് നന്ദിയർപ്പിച്ചാണ് നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നത്. 17 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച വ്യാഴാഴ്ച വൈകിട്ട് പള്ളി വികാരി ഫാദർ ബിനു ക്ലീറ്റസ് കൊടിയേറ്റി.
തുടർന്ന് രൂപം പ്രതിഷ്ഠികൾ, ആഘോഷമായ ദിവ്യബലി എന്നിവയും നടന്നു. സെന്റ് പീറ്റേഴ്സ് സ്കൂൾ, സെന്റ് പീറ്റേഴ്സ്, സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റുകൾ എന്നിവർക്കായി നടന്ന ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ജോൺസൺ സി മേത്തി, റവറന്റ് ഫാദർ മാത്യു കുഴിമലയിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലി പ്രദക്ഷിണം, ദിവ്യ കാരുണ്യ ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ആർക്കുമാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കെതിരെ ജാഗ്രത വേണമെന്നും പിണറായി. നഗരമധ്യത്തിൽ നിന്ന് 1.5 കിലോ സ്വർണം തട്ടിപ്പറിച്ച സംഭവം. പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതായി സൂചന. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ 1197 ബൂത്തുകൾ. നന്മയുടെ സന്ദേശം പകർന്ന പാലിയേറ്റീവ് കെയർ ദിനം. എങ്ങും വിവിധ പരിപാടികൾ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.